കുരിശടയാളം വരച്ചുകൊണ്ട് നമുക്ക് പ്രഭാത പ്രാർത്ഥനയിലേക്ക് കടക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പുതിയൊരു മാസത്തിലേക്ക് മിഴി തുറന്നണിയുവാൻ നമ്മെ അനുഗ്രഹിച്ച നല്ല ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശാന്തമായി നമുക്ക് ഈശോയുടെ കൂടെ ആയിരിക്കാം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാം. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലതു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ച കാലത്ത് അവർക്കുണ്ടായതിലേറെ ആനന്ദം അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു. മലകൾ അകന്നു പോയാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നു. ജീവനുള്ള ജീവിക്കുന്ന ദൈവത്തെയാണ് നമ്മളിപ്പോൾ ഈ പ്രഭാതത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ചലിക്കാത്ത, സംസാരിക്കാത്ത, ഇടപെടാത്ത വിഗ്രഹങ്ങളെയല്ല, ജീവിക്കുന്ന ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ ദൈവത്തെയാണ് നമ്മളിപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന് വിളിച്ചാൽ അവൻ വിളിപ്പുറത്തോടിയെത്തും. നമ്മളൊന്ന് കരഞ്ഞാൽ മതി, കണ്ണൊന്ന് നിറഞ്ഞാൽ മതി, അതെൻ്റെ ഈശോയ്ക്ക് വലിയ വേദനയാ. ആരൊക്കെ കരഞ്ഞിട്ടുണ്ടോ, ആരൊക്കെ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആ കണ്ണീരിൽ ഈശോ ഇറങ്ങി വന്നിട്ടുണ്ട്. മക്കളെ, ഈ സമയം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കാരുണ്യത്തിനു വേണ്ടി എപ്പോഴൊക്കെ കരഞ്ഞ് നിന്നെ വിളിച്ചിട്ടുണ്ടോ, അപ്പോഴൊക്കെ വിരിച്ച കരങ്ങളുമായി സ്വർഗം വിട്ട് അങ്ങൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ എൻ്റെ ഈശോ. ഈ സമയം ഈശോയെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ നീറുന്ന നൊമ്പരങ്ങൾ, പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ എല്ലാം ഈശോയുടെ മുമ്പിലേക്കൊന്ന് സമർപ്പിച്ചേ. അവൻ അസാധ്യമായിട്ട് ഒന്നുമില്ല. സഹോദരന്മാരുടെ കരങ്ങളാൽ പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ട ജോസഫിൻ്റെ നിലവിളി കേട്ട് ഇറങ്ങി വന്ന് കാരുണ്യം കാട്ടി അവനെ ഈജിപ്തിൻ്റെ അധിപതിയാക്കി ഉയർത്തിയവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന് നിന്റെ എത്ര വലിയ പ്രശ്നത്തിന്മേലും ഇടപെടാൻ കഴിയുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദാനിയേലിന് സിംഹക്കുഴിയിലും ഏലിയ പ്രവാചകന് കാക്കച്ചുണ്ടിലും പട്ടിണി മൂലം ആത്മഹത്യയ്ക്കൊരുങ്ങിയ വിധവയ്ക്ക് വറ്റാത്ത എണ്ണയിലും തീരാത്ത മാവിലും വിരുന്നൊരുക്കിയ എൻ്റെ ദൈവമേ, സഹോദരിമാരുടെ കണ്ണുനീരിൽ മനസ്സലിഞ്ഞ് ലാസറിൻ്റെ 4 നാൾ അഴുകിയ ജഡത്തിന് ജീവൻ പകർന്ന എൻ്റെ ദൈവമേ, ഇന്നീ പ്രഭാതത്തിൽ സ്വർഗം വിട്ട് നീ എൻ്റെ അടുത്തേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിലൊന്ന് ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങേ ആശ്രയിച്ചിട്ട് ആരാണ് ദൈവമേ ഭഗ്നാശരായത്? ഓ കർത്താവേ, ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെയെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഓരോ പ്രഭാതത്തിലും ഈശോയെ, ഈ മക്കൾ വന്ന് ആവശ്യപ്പെടുന്ന പ്രാർത്ഥന നിയോഗങ്ങൾ എല്ലാ സമയേശോയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഈശോയെ, ഇവരുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഈ പ്രഭാതത്തിലെ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലേക്ക് ഇതാ ചേർത്ത് വയ്ക്കുന്നു. ഇവരുടെ കുടുംബത്തെ, ജീവിത പങ്കാളിയെ, മക്കളെ, മാതാപിതാക്കളെ ഈ സമയം അങ്ങ് കാണണമേ. ഇവരുടെ നിരവധിയായ ആവശ്യങ്ങളെ, പ്രാർത്ഥനകളെ കർത്താവെ അങ്ങേറ്റെടുക്കണമേ. ഞാൻ ആരോടൊക്കെ ഈശോയെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ, വാക്ക് കൊടുത്തിട്ടുണ്ടോ, അവരുടെ എല്ലാം പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈ സമയം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ വേദനകളെ, കണ്ണ് നനയിക്കുന്ന അനുഭവങ്ങളെ അങ്ങ് അറിയണേ ഈശോയെ. ആ വേദനയിൽ ഒരു ആശ്വാസം കൊടുക്കണേ, ഒരു സന്തോഷം കൊടുക്കണേ, ഒരു പ്രതീക്ഷ കൊടുക്കണേ ഈശോ. ഈ മണിക്കൂറിൽ അങ്ങ് ഞങ്ങളോടൊന്ന് സംസാരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളിലൊക്കെ ഒന്ന് ഇടപെടണമേ ഈശോ. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങളെ തൊടണേ ഈശോയെ. അങ്ങയുടെ ആത്മാവിൻ്റെ പ്രവർത്തനം ഇവിടെ നടക്കട്ടെ ഈശോ. ആവശ്യമായ അളവിൽ ദൈവകൃപയും മക്കളുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകി വരട്ടെ ഈശോ. ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ നിലനിൽക്കുന്ന അസ്വസ്ഥതകൾ, അന്ധകാര സ്വാധീനങ്ങൾ സകലതും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവഭവനമായി ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം മാറട്ടെ. ഈ സമയം ഞങ്ങൾ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവനിലേക്കും ദൈവത്തിൻ്റെ കരുണയൊഴുകട്ടെ. ഈശോ, ദൈവത്തിൻ്റെ കൃപയൊഴുകട്ടെ. ഞങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനെയും ഇതാ ഈശോയെ ഈ സമയം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവകരുണ ഈ ഭൂമിയിലേക്ക് ചൊരിയപ്പെടുന്ന മണിക്കൂറുകളാണ്. പ്രഭാതത്തിൽ ഉണർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയമെന്ന് തിരിച്ചറിയുന്നു. നിൻ്റെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ യാചിക്കുകയാണ് അപ്പാ. വലിയ തിന്മയുടെ അന്ധകാരത്തിൽ ആണ്ടുപോയ മക്കളെയെല്ലാം സമർപ്പിക്കുന്നു. കരകയറാൻ പറ്റാത്ത വിധം ജീവിതം തകർന്നു പോയ മക്കളുണ്ട് ഈശോയെ. മദ്യത്തിനും മയക്കുമരുന്നിനും തെറ്റായ സ്നേഹബന്ധങ്ങൾക്കും കൂട്ടുകെട്ടുകൾക്കും ഒക്കെ അടിപ്പെട്ടു പോയ അനേകം മക്കളെയോർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ, ജീവിത പങ്കാളിയുടെ മദ്യപാനമോർത്ത് വേദനിക്കുന്നവർ, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, മദ്യത്തിന് അഡിക്റ്റായി പോയ മക്കൾ, ഈശോയെ കയറാൻ പറ്റാത്ത വിധം ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന യുവതി അപ്പാ ഈ സമയം അവിടുന്ന് കരുണയോടെ അവരെ കാണണമേ. സാത്താൻ്റെ പിടിയിൽ അകപ്പെട്ടു പോയവർ, കരുണയുടെ കയറയച്ചവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവോസ്തിയിൽ സന്നിഹിതനായിരിക്കുന്ന ജീവിക്കുന്ന ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയാനാകാതെ വിശുദ്ധ കുർബാനയെ അവഹേളിച്ചും തള്ളിപ്പറഞ്ഞുമൊക്കെ ജീവിക്കുന്ന മക്കളുടെ എണ്ണം ഇന്നേറി വരികയാണ് ഈശോയെ. ബ്ലാക്ക് മാസിൻ്റെ പിടിയിലകപ്പെട്ടുപോയ അനേകം യുവതിയുവാക്കളുടെ ജീവിതം, സാത്താൻ യുവജനങ്ങൾക്ക് ചുറ്റുമിന്ന് വട്ടമിട്ട് പറക്കുമ്പോൾ ആരെ വിഴുങ്ങണമെന്നറിയാതെ അവൻ അലറി നടക്കുമ്പോൾ യേശുവേ, ഞങ്ങളീ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ്, യുവജനങ്ങളൊന്നും അവൻ്റെ വലയിലേക്ക് വീണു പോകല്ലേ. പ്രിയമക്കളെ, നിങ്ങൾക്കെല്ലാം അറിയാം, കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലും സിറ്റികളിലും ഇന്ന് കറുത്ത കുർബാന നടക്കുന്നുണ്ട്. സാത്താനെ ആരാധിച്ച് അവനെ സന്തോഷിപ്പിക്കുന്ന കൂട്ടായ്മകളൊക്കെ നേറി വരികയാണ്. ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ സമയം നമുക്ക് കർത്താവിൻ്റെ കരുണയൊഴുകട്ടെ ഈ ലോകത്തിലേക്ക്. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ കരുണയ്ക്കായിട്ട് നിലവിളിക്കേണ്ട നാളുകളാണിത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച ആ ഈശോ ഇന്നും നമ്മളാൽ തന്നെ ക്രൂശിക്കപ്പെടുകയാണ്, അവഹേളിക്കപ്പെടുകയാണ്, നിന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. വീണ്ടും വീണ്ടും ഈശോ വേദനിക്കുന്നത് കണ്ട് ചങ്ക് പൊട്ടിക്കരയുന്ന ഒരമ്മ സ്വർഗത്തിൽ നമുക്കുണ്ട്. നമ്മുടെ പാപങ്ങളോർത്ത്, പാപജീവിതമോർത്ത്, ഈ ലോകം തിന്മയിലേക്ക് പോകുന്നതോർത്ത് ഈശോയുടെ ഹൃദയം ഇന്ന് ഒത്തിരി വേദനിക്കുന്നുണ്ട്. നമുക്കിതിന് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ കൊണ്ടുവരാത്ത ഒരു വിഷയമാണിത്. ബ്ലാക്ക് മാസ് നടത്തുന്ന സെൻറ്ററുകളുടെയൊക്കെ എണ്ണം ഏറി വരികയാണ്. ഈശോയെ, ഈ സമയം ഈ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അതിശക്തമായിട്ട് ഈ പ്രഭാതത്തിൽ ആരൊക്കെ ഈ പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു അവരെല്ലാവരും ചേർന്ന് ഈശോയെ, ഞങ്ങളെല്ലാം ഒന്ന് ചേർന്ന് കർത്താവിൻ്റെ കരുണയൊഴുകാനായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ നിൻ്റെ കരുണയൊഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്ത് സാത്താൻ കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ തിന്മയുടെ കോട്ടകളും തകർക്കപ്പെടാൻ ഈ പ്രഭാതത്തിൽ, ഈ മണിക്കൂറിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ യുവജനങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റായ കെട്ടുബന്ധങ്ങളിൽ നിന്ന്, തെറ്റായ ബോധ്യങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈശോ ഇന്ന് എത്രമാത്രമാണ് വിശുദ്ധ കുർബാനയിൽ അവഹേളിക്കപ്പെടുന്നത്. നമ്മൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കേണ്ട സമയം ഇന്ന് അതിക്രമിച്ചിരിക്കുകയാണ്. ഈശോ എന്നോർക്കുമ്പോൾ തന്നെ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയണം മക്കളെ. ഈശോയെ സ്നേഹിച്ച് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് വേണം ഈ നിന്ദാപമാനങ്ങൾക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ. ഇന്നിപ്പോൾ ഇവിടെ വെച്ച് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. ഇനി മുതലുള്ള നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും ഒരു നിയോഗം ഇതായിരിക്കട്ടെ: ഈ ഒരു തിന്മ ലോകത്ത് നിന്ന് നീങ്ങിപ്പോകണം. അതിന് അധികാരികളുടെ കണ്ണു തുറക്കപ്പെടണം. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ, കേന്ദ്രങ്ങളൊക്കെ നശിപ്പിക്കപ്പെടണം. ദൈവത്തിൻ്റെ കരുണ ഒഴുകപ്പെടണം. ആത്മാവിൻ്റെ തീ ഇറങ്ങി തിന്മയുടെ ശക്തികൾ കത്തിച്ചാമ്പലാകണം. ഈ സമയം ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാം.
നമ്മുടെ തെറ്റുകൾ മൂലം ഈശോ വേദനിക്കാനിടയായിട്ടുണ്ടെങ്കിൽ നമുക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണ ഈ സമയം ലോകം മുഴുവനിലേക്ക്, കുടുംബങ്ങളിലേക്ക് എല്ലാം കർത്താവിൻ്റെ കരുണ ഒഴുകട്ടെ. യേശുവേ നന്ദി 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 നന്ദി, ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഈശോയെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരുണ ഒഴുകട്ടെ ഈശോയെ, ലോകം മുഴുവനിലേക്ക് നിൻ്റെ കരുണ ഒഴുകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി 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 നന്ദി. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. യേശുവേ ആരാധന 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 ആരാധന. മഹത്വം 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 മഹത്വം. പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കും. യേശുവേ 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 നന്ദി 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 നന്ദി. സ്തുതി സ്തുതി സ്തുതി. മഹത്വം 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 മഹത്വം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നാശത്തെ ആഗ്രഹിക്കുന്ന തിന്മയുടെ എല്ലാ ശക്തികളും തകർക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സാത്താനെ അന്ധനാക്കുന്ന ഈ ഐക്യ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റുചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധ്യനായ എൻ്റെ ഈശോയെ, നമ്മുടെ പാദങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കട്ടെ, നമ്മുടെ കരങ്ങൾ ഒരുമിച്ച് ശേഖരിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് സ്പന്ദിക്കട്ടെ, നമ്മുടെ ആത്മാക്കൾ ഒരുമയിലായിരിക്കട്ടെ, നമ്മുടെ ചിന്തകൾ ഒന്നായി തീരട്ടെ, നമ്മുടെ കാതുകൾ നിശബ്ദതയിൽ ഒരുമിച്ച് ശ്രവിക്കട്ടെ, നമ്മുടെ നോട്ടങ്ങൾ അഗാധമായി പരസ്പരം ചൂഴ്ന്നിറങ്ങട്ടെ. നിത്യപിതാവിൽ നിന്ന് കരുണ നേടുവാൻ നമ്മുടെ അധരങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. നമുക്കൊരിക്കൽ കൂടി വിശ്വാസത്തോടെ ഏറ്റുപറയാം. ആരാധ്യനായ എൻ്റെ ഈശോയെ, നമ്മുടെ പാദങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കട്ടെ, നമ്മുടെ കരങ്ങൾ ഒരുമിച്ച് ശേഖരിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് സ്പന്ദിക്കട്ടെ, നമ്മുടെ ആത്മാക്കൾ ഒരുമയിലായിരിക്കട്ടെ, നമ്മുടെ ചിന്തകൾ ഒന്നായി തീരട്ടെ, നമ്മുടെ കാതുകൾ നിശബ്ദതയിൽ ഒരുമിച്ച് ശ്രവിക്കട്ടെ, നമ്മുടെ നോട്ടങ്ങൾ അഗാധമായി പരസ്പരം ചൂഴ്ന്നിറങ്ങട്ടെ. നിത്യപിതാവിൽ നിന്ന് കരുണ നേടുവാൻ നമ്മുടെ അധരങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ആമേൻ. നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളെ കർത്താവിൻ്റെ സംരക്ഷണയ്ക്കായി ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ഈ ഭവനത്തെയും ഇതിൽ വസിക്കുന്ന ഞങ്ങളെയും പഠനത്തിനും ജോലിക്കുമായി വിദൂരങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സംരക്ഷണത്തിന് ഇതാ ഭരമേൽപ്പിക്കുന്നു. ആപത്തനർത്ഥങ്ങൾ, ആക്രമണങ്ങൾ, രോഗപീഠകൾ, പാപക്കിണികൾ തുടങ്ങി എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളിൽ ആരും സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനോ അബദ്ധസഞ്ചാരങ്ങളിൽ പെടാനോ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്യാസ വൈദിക ദൈവവിളികൾ നൽകി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. വിവാഹബന്ധത്തിലൂടെ ഇവിടേക്ക് കടന്നു വരുന്നവരും ഇവിടെ നിന്ന് മറ്റു ഭവനങ്ങളിലേക്ക് ഐക്യപ്പെടുന്നവരുമായ ഞങ്ങളുടെ മക്കൾ വഴി കുടുംബങ്ങൾ അനുഗ്രഹീതമാക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ
ഈ ഭവനം ഏതെങ്കിലും തരത്തിലുള്ള പാപം മൂലം മലിനമാകാനിട വന്നിട്ടുണ്ടെങ്കിൽ ഞാനിതാ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കുമെന്ന വാഗ്ദാനം അനുസരിച്ച് ഞങ്ങളുടെ ഭവനത്തിന് സംരക്ഷണം നൽകണമേ. ഈ ഭവനത്തെ വിശുദ്ധിയുടെ വിളനിലവും എല്ലാവർക്കും ഒരു അനുഗ്രഹവുമാക്കി തീർക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.